ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് WH ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈസ്, ആർ, അതുപോലെ വാസ്, വേർ, ഡു, ഡസ് ഇവയുടെ കൂടെ എങ്ങനെ നമുക്ക് WH ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. വില്ല്, ഷുഡ്, അതുപോലെ ക്യാന്, കുഡ് ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഡും, ഡസും, ഡിഡും, വാസും, വേറും, ഈസൊക്കെയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ എങ്ങനെ നമുക്ക് WH ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. അതിൽ വാട്ട് പറഞ്ഞു, ഹൂ പറഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറാണ്. എന്താണ് വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്നാണ് അല്ലേ. ഇപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കണം, നീ എവിടെ പോവുകയാണ്? നീ എവിടെ പോവുകയാണ്? നീ പോവുകയാണോ എന്ന് ചോദിക്കുമ്പം ആർ യു ഗോയിങ് എന്നാണ് അല്ലേ. നീ പോവുകയാണോ, ആർ യു ഗോയിങ്. എന്നാൽ നീ എവിടെ പോവുകയാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് എവിടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു വേർഡ് യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വേർ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ആർ യു ഗോയിങ് എന്നുള്ളത് നമുക്ക് നീ എവിടെ പോവുകയാണ് എന്ന് ചോദിക്കുമ്പം സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തൂടെ. ആർ യു ഗോയിങ് എന്നുള്ളതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വേർ എന്ന് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? വേർ ആർ യു ഗോയിങ്, വേർ ആർ യു ഗോയിങ്, നീ എവിടെ പോവുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, അവൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അവൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഒരു സബ്ജക്റ്റ് അവളാണ്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ എന്താ യൂസ് ചെയ്യുക? ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. അതായത് സബ്ജക്റ്റ് അവളാണ്, അതുകൊണ്ട് തന്നെ ഡസ് യൂസ് ചെയ്യാം. അപ്പം അവൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? വേർ ഡസ് ഷീ വർക്ക്, വേർ ഡസ് ഷീ വർക്ക്, അവൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്. ഇനി ഒരാളുടെ വീട് നമുക്ക് ചോദിക്കണം. എവിടെയാണ് അവരുടെ വീട്? നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, എവിടെയാണ് അവരുടെ വീട്. ഇവിടെ എവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓക്സിലറി ഈസ് ആയിരിക്കും അല്ലേ. എവിടെയാണ് അവരുടെ വീട്? ഈസ് ദയർ ഹൗസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വീടാണോ എന്നാണല്ലോ. എന്നാൽ വേർ ഈസ് ദയർ ഹൗസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, വേർ ഈസ് ദയർ ഹൗസ്, അവരുടെ വീട് എവിടെയാണ്. സിമ്പിൾ അല്ലേ. നെക്സ്റ്റ്, എവിടെയാണ് നിൻ്റെ വീട് എന്നെങ്ങനെ ചോദിക്കാം? എവിടെയാണ് നിൻ്റെ വീട്? ഇപ്പം നമ്മൾ ഒരാളെ വീട് കണ്ടിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ഇതാണോ നിൻ്റെ വീട് എന്ന് ചോദിക്കും. ഈസ് ദിസ് യുവർ ഹൗസ് എന്ന് ചോദിക്കാം. ഈസ് ദിസ് യുവർ ഹൗസ്, ഇതാണോ നിൻ്റെ വീട്. എന്നാൽ നമുക്ക് എവിടെയാണ് നിൻ്റെ വീട് എന്ന് ചോദിക്കണമെങ്കിൽ വേർ ഈസ് യുവർ ഹൗസ്, വേർ ഈസ് യുവർ ഹൗസ്, എവിടെയാണ് നിൻ്റെ വീട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചോദിക്കുന്നത് അവർ എവിടെയാണ് പഠിക്കുന്നത് എന്നാണ്. ഇവിടെ പഠിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളെ മനസ്സിൽ എന്താ വരിക? അവർ എന്ന് പറയുന്നത് ആറ് വരും. പക്ഷേ ഇവിടെ നമ്മൾ അറിയാത്തൊരു കാര്യമാണ് ചോദിക്കുന്നത്. സ്ഥിരമായിട്ട് അവർ എവിടെയാണ് പഠിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ വേർ ഡു ദേ സ്റ്റഡി, വേർ ഡു ദേ സ്റ്റഡി അല്ലേ. വേർ ഡു ദേ സ്റ്റഡി, ഡു ദേ സ്റ്റഡി അതിൻ്റെ തൊട്ട് മുമ്പ് വേർ യൂസ് ചെയ്യുന്നു. വേർ ഡു ദേ സ്റ്റഡി, അവർ എവിടെയാണ് പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, നീ മുമ്പ് എവിടെയാണ് ജോലി ചെയ്തത്? നീ മുമ്പ് എവിടെയാണ് ജോലി ചെയ്തത്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പാസ്റ്റ് ആണ് അല്ലേ. നീ മുമ്പ് എവിടെയാണ് ജോലി ചെയ്തത് എന്നാണ്. അപ്പം നമുക്കറിയാം ജോലി ചെയ്തത് എന്ന് ചോദിക്കുമ്പം ഡിഡ് ആണ് യൂസ് ചെയ്യുക അല്ലേ. ഡിഡ് യു വർക്ക് ബിഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ജോലി ചെയ്തോ എന്നൊക്കെയാണ് ചോദ്യം. മുമ്പ് ജോലി ചെയ്തോ. അപ്പം നീ എവിടെയാണ് മുമ്പ് ജോലി ചെയ്തത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഡിൻ്റെ തൊട്ട് മുമ്പേ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വേർ എന്ന് യൂസ് ചെയ്യണം. വേർ ഡിഡ് യു വർക്ക് ബിഫോർ, നീ എവിടെയാണ് മുമ്പ് ജോലി ചെയ്തത്. ഓക്കെ, സിമ്പിളായിട്ട് നമ്മളെപ്പോഴും ചോദിക്കുന്നതാണ് എവിടെയായിരുന്നു നിങ്ങൾ, എവിടെയായിരുന്നു നിങ്ങൾ. ഇവിടെ പറയുന്നത് ആയിരുന്നു എന്നാണ് അല്ലേ. ആയിരുന്നു എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം വാസോ വേറോ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നീ എന്നാണ് സബ്ജക്റ്റ്, അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? വേറാണ്. അപ്പം എവിടെയായിരുന്നു നീ എന്ന് ചോദിക്കുമ്പോൾ വേർ വേർ യു, വേർ എവിടെ, വേർ മറ്റേ അടുത്ത വേർ എന്ന് പറയുന്നത് ആയിരുന്നു. അപ്പം എവിടെയായിരുന്നു നീ? വേർ വേർ യു, സിമ്പിളാണ്. അല്ലെങ്കിൽ എവിടെയായിരുന്നു നിങ്ങൾ, ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേർ വേർ യു എന്ന് യൂസ് ചെയ്യാം കേട്ടോ.
നമുക്കിങ്ങനെ ചോദിക്കണം, ജാസ്മിൻ എവിടെയാണ് ഉറങ്ങിയത്? അപ്പം ജാസ്മിൻ ഇന്നലെ എവിടെയാണ് ഉറങ്ങിയത്, അല്ലെങ്കിൽ അവൾ ഇന്നലെ എവിടെയാണ് ഉറങ്ങിയത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ ജാസ്മിൻ എവിടെയാണ് ഉറങ്ങിയത്? അപ്പോൾ എന്താ ചോദിക്കുക? ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വേർഡായ വേർ എന്ന് യൂസ് ചെയ്യണം. അതിനുശേഷം ഉറങ്ങിയത് എന്നാണ്, പാസ്റ്റാണ്, അതുകൊണ്ട് തന്നെ വേർ ഡിഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. വേർ ഡിഡ് ജാസ്മിൻ സ്ലീപ്പ്? വേർ ഡിഡ് ജാസ്മിൻ സ്ലീപ്പ്? ഇനി ജാസ്മിൻ ഇന്നലെ എവിടെയാണ് ഉറങ്ങിയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ വേർ ഡിഡ് ജാസ്മിൻ സ്ലീപ്പ് യെസ്റ്റർഡേ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഒരു വലിയ സെൻറ്റൻസ് ആണ്. നീ വിളിച്ചപ്പോൾ രാജു എവിടെയായിരുന്നു? നീ വിളിച്ചപ്പോൾ രാജു എവിടെയായിരുന്നു എന്നാണ് അല്ലേ. രണ്ടും പാസ്റ്റ് ആണ് പറയുന്നത്. എങ്ങനെ പറയാ? നീ വിളിച്ചപ്പോൾ രാജു എവിടെയായിരുന്നു. അപ്പോൾ രാജു എവിടെയായിരുന്നു എന്നാണ് നമ്മൾ മലയാളത്തിൽ അവസാനം പറഞ്ഞിട്ടുള്ളത്. അതിന് നമ്മൾ ഫസ്റ്റിലേക്ക് കൊണ്ടുവരാം. വാസ് ആണല്ലേ. രാജു എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് വാസ് ആണ് യൂസ് ചെയ്യുക. സോ വേർ വാസ് രാജു. ഇനി നീ വിളിച്ചപ്പോൾ എന്ന് പറയണം. വേർ വാസ് രാജു വെൻ യു കോൾഡ്? വേർ വാസ് രാജു വെൻ യു കോൾഡ്? അപ്പോൾ നമ്മൾ സിമ്പിളായ സെൻറ്റൻസിൽ നിന്ന് വലിയൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഒരു പൂർണ്ണ സെൻറ്റൻസ് ആണ്. നീ വിളിച്ചപ്പോൾ രാജു എവിടെയായിരുന്നു? വേർ വാസ് രാജു വെൻ യു കോൾഡ്? നീ വിളിച്ചപ്പോൾ രാജു എവിടെയായിരുന്നു? നെക്സ്റ്റ് ഇങ്ങനെ ചോദിക്കണം, ഞാൻ വന്നപ്പോൾ അനു എവിടെയായിരുന്നു? ഞാൻ വന്നപ്പോൾ അനു എവിടെയായിരുന്നു? നേരത്തെ വിളിച്ചപ്പോൾ എന്നാണ്, ഇപ്പോൾ പറയുന്നത് വന്നപ്പോൾ എന്നാണ്. ഞാൻ വന്നപ്പോൾ അനു എവിടെയായിരുന്നു? അപ്പം നമുക്ക് ആദ്യം അനു എവിടെയായിരുന്നു എന്ന് പറയാം. എങ്ങനെ പറയാം? വേർ വാസ് അനു? അനു എവിടെയായിരുന്നു? ഞാൻ വന്നപ്പോൾ എന്നാണ്. അപ്പം വെൻ ഐ കെയിം. വെൻ ഐ കെയിം അല്ലേ, ഞാൻ വന്നപ്പോൾ. ഇവിടെ പാസ്റ്റിലായതുകൊണ്ട് നമ്മൾ കമ്മിനെ കെയിം എന്ന് പറഞ്ഞു അല്ലേ, വന്നപ്പോൾ എന്ന്. ഞാൻ വന്നപ്പോൾ അനു എവിടെയായിരുന്നു? വേർ വാസ് അനു വെൻ ഐ കെയിം. നെക്സ്റ്റ് നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുകയാണ്, നമുക്കൊരു പരിചയവും ഇല്ല. അപ്പം നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് അല്ലെ അറിയുന്നവരോട്, എവിടെയാണ് കോഴിക്കോട്ടേക്കുള്ള ബസ് സ്റ്റോപ്പ്? എവിടെയാണ് കോഴിക്കോട്ടേക്കുള്ള ബസ് സ്റ്റോപ്പ്? ഇവിടെയും ചോദിക്കുന്നത് എന്താണ്? എവിടെയാണ് എന്നാണ് അല്ലേ. അപ്പം എങ്ങനെയാ ചോദിക്കുക? ഫസ്റ്റ് നമ്മൾ വേർ യൂസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഓക്സിലറി നമുക്ക് യൂസ് ചെയ്യണം അല്ലേ. എവിടെയാണ് എന്നാണ്, അതുകൊണ്ട് തന്നെ വേർ ഈസ്. വേർ ഈസ് എന്താ നമ്മൾ ചോദിക്കുന്നത്? ബസ് സ്റ്റോപ്പാണ്. വേർ ഈസ് ദ ബസ് സ്റ്റോപ്പ്? വേർ ഈസ് ദ ബസ് സ്റ്റോപ്പ്. അതിനുശേഷം കോഴിക്കോട്ടേക്കുള്ള എന്നാണ്. അപ്പോൾ ഫോർ അല്ലേ. ഫോർ കോഴിക്കോട്. ഫോർ കോഴിക്കോട്. അപ്പോൾ കോഴിക്കോട്ടേക്കുള്ള ആ ബസ് സ്റ്റോപ്പാണ് നമ്മൾ ചോദിക്കുന്നത്. അവിടേക്ക് വേണ്ടിയുള്ള ബസ് സ്റ്റോപ്പാണ്. അതുകൊണ്ടാണ് ഇവിടെ ഫോർ കോഴിക്കോട് എന്ന് നമ്മൾ യൂസ് ചെയ്തത്. അപ്പം വേർ ഈസ് ദ ബസ് സ്റ്റോപ്പ് ഫോർ കോഴിക്കോട്? കോഴിക്കോട്ടേക്കുള്ള ബസ് സ്റ്റോപ്പ് എവിടെയാണ്? നമുക്ക് മലപ്പുറമോ അല്ലെങ്കിൽ വയനാടോ എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേർ ഈസ് ദ ബസ് സ്റ്റോപ്പ് ഫോർ കോഴിക്കോട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എവിടെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും? എവിടെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ WH ക്വസ്റ്റ്യനിലെ 3ാമത്തെ സീരീസാണിത്. ഇനിയും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇത് ബീസാറാമോ, ഡു, ഡസ്, വാസ്, വേർ ഇവ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. എന്നാൽ ഇനി നമുക്ക് വില്ലും ക്യാനൊക്കെ പഠിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് WH ക്വസ്റ്റ്യൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുടങ്ങാതെ കാണുക, ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ക്ലാസ്സും അതുപോലെ റിഷൂസ് പാലസൊക്കെ കാണുന്നവർക്ക് ഒരുപാട് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു. സന്തോഷം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ തന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക കേട്ടോ. അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.